പാർട്ടി ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തല്ല ഞങ്ങളാരും തന്നെ. കഴിഞ്ഞ കുറേ നാളുകളായി സംഘടനയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷന് മാറി നിൽക്കേണ്ടി വന്നത്, അല്ലെ മാറ്റി നിർത്തപ്പെട്ടത്. അന്നേരം അതിന് യൂത്ത് കോൺഗ്രസിന് ഒരു സിസ്റ്റമുണ്ട്, ഒരു ദേശീയ കമ്മിറ്റിയുണ്ട്, അതിനൊരു പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനൊരു രീതികളുണ്ട്. ആ രീതിയുടെ ഭാഗമായി ഉണ്ടായ കാലതാമസം മാത്രമാണ്. വളരെ ഉചിതമായ തീരുമാനം തന്നെയാണ് അഖിലേന്ത്യാ നേതൃത്വം എടുത്തതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പല ചർച്ചകൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അങ്ങനെ ഒരു? തീർച്ചയായിട്ടും ഇപ്പം ഞാനെന്നുള്ളതല്ല, ഇപ്പം ചർച്ച ചെയ്യപ്പെടാത്ത ആളുകളുമൊക്കെ ഇതിനകത്ത് അർഹതപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ട്. പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ. അത് നമ്മളെ ഇത് വന്ന ആളുകളും മോശമോ അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് യോഗ്യതയെന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. ഈ ചർച്ച ചെയ്ത പേരുകൾക്കപ്പുറത്ത് ചർച്ച ചെയ്യപ്പെടാത്ത പേരുകളും അർഹതയുള്ള ഒരുപാട് ആളുകൾ ഈ സംഘടനയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ എത്തി നിൽക്കുമ്പോൾ അതോടൊപ്പം സർക്കാരിനെതിരെ വലിയ സമര പോരാട്ടങ്ങൾ നടത്തുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഇതിനെ സിസ്റ്റത്തെ ചലിപ്പിക്കുക അതൊരു വലിയ ബാധ്യതയല്ല? ഒരു ബാധ്യതയല്ല, ഇത് ഒരു സംഘടന എന്നുള്ള ഒരു സിസ്റ്റമാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം സംസ്ഥാന കമ്മിറ്റി, അതിന് താഴെ ജില്ലാ കമ്മിറ്റികളുണ്ട്, 14 ജില്ലകളിൽ. ഗൗരി ഇവിടെ നിൽപ്പുണ്ട്, കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. 140 അസംബ്ലി കമ്മിറ്റികളുണ്ട്, 1000-ഓളം മണ്ഡലം കമ്മിറ്റികളുണ്ട്. അത് കാലാകാലങ്ങളിലുള്ള ഒരു സിസ്റ്റമാണ്. ഇന്നും സംസ്ഥാന അധ്യക്ഷൻ്റെ അഭാവത്തിലും ഇന്നും കേരളത്തിൽ കോട്ടയം ജില്ലയിൽ VN വാസുവിൻ്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബാധ്യതയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് കരുതുന്നില്ല. ഇതൊരു സിസ്റ്റമാണ്, ഒരു പ്രോസസ്സാണ്. അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ഒരു തർക്കവുമില്ല. 6 മാസം എന്ന് പറയുന്നത് പുതിയ കമ്മിറ്റി എന്ന് പറയുന്നില്ല, ഈ കമ്മിറ്റിയുടെ ഭാഗമായി നിന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഞാൻ ദേശീയ കമ്മിറ്റിയുടെ ഭാരമായിരുന്നു, ജിനീഷാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു, മറ്റു ആളുകളാണെങ്കിലും. അത് ഈ കമ്മിറ്റി തന്നെ വളരെ കൃത്യമായി തന്നെ വരുന്ന നാളുകൾ, വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ ഉണ്ടാകും. കാരണം ഇന്ന് വലിയ തോതിലുള്ള ഗുരുതരമായ വീഴ്ച ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി വാസവനുമായി ബന്ധപ്പെട്ട് തന്നെ അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അതിഗുരുതരമായ വീഴ്ച. അന്നേരം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുവാൻ വേണ്ടി ഞാൻ ഇന്ന് ആ യോഗത്തിൽ പറഞ്ഞ പോലെ തന്നെ പോലീസിനകത്ത് പോലും CPM-ന്റെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുകയാണ്. ഒരു SP പറയുകയാണ്, ഒരു MB ആക്രമിച്ചിട്ട് പോലും അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒരു ആക്രമണം നടന്നില്ലെന്ന് പച്ചക്കള്ളം പറയുന്നു. ആരാണ് അദ്ദേഹത്തിന് ആ ബലം കൊടുക്കുന്നത് പച്ചക്കള്ളം പറയാൻ? അങ്ങനെയുള്ള ഗവൺമെൻറ് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ പോലീസിനകത്തെ CPM ഫ്രാക്ഷനുകളെ ഉപയോഗിച്ച് വഴി തിരിച്ചുവിടുവാൻ, ശ്രദ്ധ തിരിച്ചുവിടുവാൻ വളരെ ബോധപൂർവം ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. കോട്ടയത്ത് കെട്ടിടം തകർന്ന് വീണപ്പോൾ ബിന്ദു മരിച്ചപ്പോഴാണ് അത്തരത്തിൽ സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എത്രയോ സന്ദർഭങ്ങൾ ഗവൺമെൻറ് പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണർ രംഗപ്രവേശനം നടത്തും, തൃശ്ശൂർ പൂരം എങ്ങനെയാണ് കലങ്ങിയത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പറയാം, പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനവിരുദ്ധ ഗവൺമെൻറ്റാണ്. ആ ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇന്നലകളും നടന്നതുപോലെ തന്നെ നടന്നതിനേക്കാൾ തീവ്രതയോടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം തടയുന്നു, DYFI പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. എന്താണ് ആ വിഷയത്തിലുള്ള താങ്കളുടെ? തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയാണ്. ആ പാർട്ടി അതിനകത്തൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായി എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമില്ല കാര്യത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതിച്ഛായ ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഒരു വ്യക്തിയല്ല, ഇതൊരു മഹാപ്രസ്ഥാനമാണ്. വയലാർ രവിയും AK ആന്റണിയും എന്ന് തുടങ്ങിയ ഒരു ഉമ്മൻചാണ്ടി കോട്ടയത്താണ് നിൽക്കുന്നത്. എത്രയോ മഹാരഥന്മാർ ഇരുന്ന പൊസിഷനാണ് യൂത്ത് കോൺഗ്രസ്. ഒരുപാട് ആളുകൾ, ജ്ഞാതരും അജ്ഞാതരുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ചോരയും നീരുമുള്ള പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമില്ല. രാഹുലിനെതിരായ പ്രതിഷേധങ്ങൾ ഇനി കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളൊരു നിലപാടായിരിക്കും. അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നം കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് പാർട്ടി ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തല്ല ഞങ്ങളാരും തന്നെ. കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിനു മുമ്പും കേരളത്തിൽ ഇതുപോലെ ആരോപണ വിധേയരായ എത്രയോ ആളുകൾ കേരള നിയമസഭയിലുണ്ട്. അവരോടൊക്കെ അവരുടെ സംഘടനകൾ എടുത്ത നിലപാടാണോ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്? കോൺഗ്രസിന് വളരെ കൃത്യതയോടെ, ക്ലാരിറ്റിയോടെ ഓരോ കാര്യത്തിനും മറുപടികളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ തന്നെ ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വെർഷൻ. അതുകൊണ്ട് ഇതിനൊക്കെ വളരെ കൃത്യമായ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.